ജന്തർ മന്ദറിൽ നിന്നുള്ള റീലുകൾ എത്രയോ തവണ കണ്ടും ചിരിച്ചും ഷെയർ ചെയ്തും അത്ഭുതം കൂറിയുമൊക്കെയാണ് നമ്മൾ ഓരോരുത്തരും ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായത്. ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിലെ അതിപ്രധാനമായ ഒരു വഴിത്തിരിവാണ്. വെറുമൊരു മന്ത്രിയുടെ രാജി എന്ന അർത്ഥത്തിലല്ല അത്. തലകുനിക്കാത്ത മോദി പ്രഭാവത്തിൻ്റെ വൻകോട്ടയിലെ ആണി തെറിച്ചു എന്നതുകൊണ്ടാണ് ആ രാജി പ്രധാനമാകുന്നത്. ഒരു രാഷ്ട്രീയ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തന ഫലമായിരുന്നില്ലല്ലോ ആ രാജി. ക്രോക്കോച്ച് ജനതാ പാർട്ടി എന്ന് പേരിട്ട ഒരു ആക്ഷേപഹാസ്യ യുവജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 37 ദിവസം നടന്ന രാജ്യവ്യാപക പ്രക്ഷോഭത്തിൻ്റെ ഫലമായിരുന്നു ആ രാജി. തെരുവ് പ്രതിഷേധങ്ങളുടെ പേരിൽ രാഷ്ട്രീയ ഇളവുകൾ നൽകുന്നത് കേട്ടുകേൾവിയില്ലാത്ത ഒരു ഭരണ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഈ കീഴടങ്ങൽ ജനാധിപത്യ സമാഹരണത്തിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ വിളിയാളമാണ്. ഭരണകൂട സംവിധാനത്തെ മാത്രമല്ല, ഒട്ടേറെ മുഖ്യധാര മാധ്യമങ്ങളെയും വ്യാജ നെറേറ്റീവുകളെയും CJPയും യുവാക്കൾ എന്ന രാജ്യത്തിൻ്റെ ശക്തിയും എങ്ങനെ മറികടന്നുവെന്ന് വിശകലനം ചെയ്യുമ്പോഴാണ് ഇന്ത്യയുടെ പുതുതലമുറ ഒരു പുതിയ രാഷ്ട്രീയ വിയോജിപ്പിൻ്റെ ഭാഷ രൂപപ്പെടുത്തിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. കഴിഞ്ഞ മെയ് 15-നാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പാറ്റ എന്ന പരാമർശം നടത്തുന്നത്. 30-കാരനായ അഭിജിത്ത് ദീപ്കെ മെയ് 16-ന് തന്നെ ഓൺലൈനായി ലേസി ആൻഡ് അൺഎംപ്ലോയിഡ് എന്നൊരു ടാഗ്ലൈനോട് കൂടി കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊരു സറ്റയർ പേജ് തുറക്കുന്നു. അവിടെ തുടങ്ങുകയാണ് സോഷ്യൽ മീഡിയയുടെ റോൾ. ഏറ്റവും വിഷലിപ്തമായ ചുറ്റുപാടുകളിൽ പോലും അതിജീവിക്കാൻ കഴിയുന്ന പാറ്റയെ തങ്ങളുടെ പ്രതീകമായി സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യൻ യുവാക്കൾക്കിടയിൽ വളർന്ന ഐക്യദാർഢ്യം സമൂഹ മാധ്യമങ്ങളാണ് നിർമ്മിച്ചത്. CJPയുടെ വളർച്ചയ്ക്കു പിന്നിൽ ഡിജിറ്റൽ സ്ട്രാറ്റജിസ്റ്റുകളുടെയും സ്വതന്ത്ര മാധ്യമ പ്രവർത്തകരുടെയും വലിയ കൂട്ടായ്മയുണ്ടായിരുന്നു. പരമ്പരാഗത രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളോടൊപ്പം തന്നെ ഷോർട്ട് ഫോം വീഡിയോകളുടെയും പരിഹാസങ്ങളുടെയും മീമുകളുടെയും ഉപയോഗങ്ങളുണ്ടായിരുന്നു. അതിലൂടെയാണ് CJP വിജയം കണ്ടത്. ജൂലൈ 20-ന് പാർലമെന്റിലേക്ക് നടന്ന മാർച്ചിനിടെ പോലീസ് നടത്തിയ ക്രൂരതകൾ പോലും സോഷ്യൽ മീഡിയയിലിട്ട് ആഘോഷിക്കുന്നത് രാഷ്ട്രീയ നേതാക്കൾക്കെല്ലാം ഒരുപക്ഷെ പുത്തൻ അനുഭവമായിരിക്കും. ലാത്തി ചാർജിനിടെ പോലീസ് ഓടിക്കുന്ന വീഡിയോ സബ്വേ സർഫേഴ്സ് എന്ന റണ്ണിംഗ് ഗെയിമിൻ്റെ പശ്ചാത്തല സംഗീതത്തോടെ ഇൻസ്റ്റഗ്രാമിൽ വൈറലാക്കുന്ന വേറെ ലെവൽ വൈബാണ് ജെൻസി. താങ്ക്സ് ഫോർ ദ കാർഡിയോ ഡൽഹി പോലീസ് എന്നായിരുന്നു ആ റീലുകളുടെ ക്യാപ്ഷൻ. ധർമ്മേന്ദ്ര പ്രധാൻ്റെ ജന്മദിനത്തിൽ കേക്കുമായി ഹാപ്പി ബർത്ത്ഡേ പ്ലീസ് റിസൈൻ എന്ന ബോർഡ് കാണിച്ചാണ് അവർ ആഘോഷിച്ചത്. പ്ലക്കാർഡുകളിൽ വെൻ വിൽ AI ടേക്ക് ഹിസ് ജോബ് പോലുള്ള പഞ്ച് ലൈനുകളായിരുന്നു. ഹാസ്യവും സറ്റയറും ചേർത്ത് പ്രതിഷേധത്തെ ഒരു മീം കൾച്ചറാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. പ്ലക്കാർഡുകളിലൂടെയും മറ്റും കഴിഞ്ഞ 12 വർഷമായി ഒരാളും ധൈര്യപ്പെടാത്ത ഭാഷയിലാണ് മോഡിയെയും കൂടെയുള്ള അധികാരികളെയും അവർ നിരന്തരം പരിഹസിച്ചത്. കൊച്ചുകുട്ടികൾ പോലും ദയവായി രാജിവെക്കുമെന്ന് ധർമ്മേന്ദ്ര പ്രധാനോട് ആവശ്യപ്പെടുന്ന റീലുകൾ ഇട്ടത് ഒരു സന്ദേശമായിരുന്നു. സമരവേദിയിൽ പാറ്റകളുടെയും ദിനോസറുകളുടെയും വേഷം ധരിച്ചത് മാത്രമായിരുന്നില്ല അവരുടെ രീതി. അതോടൊപ്പം ഡിജിറ്റൽ ലോകത്ത് പരിഹാസങ്ങളുടെയും പ്രച്ഛന്ന വേഷങ്ങളുടെയും ഘോഷയാത്രയായിരുന്നു. പ്രതിഷേധക്കാരെ വിദേശ ഫണ്ട് ലഭിക്കുന്നവരായും തീവ്രവാദികളെയും ചിത്രീകരിക്കാൻ ശ്രമിച്ച മുഖ്യധാര മാധ്യമങ്ങളെ കൂടിയാണ് അവർക്ക് അതിജയിക്കേണ്ടിയിരുന്നത്. അവിടെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തകരുടെ യൂട്യൂബ് പോരാളികളുടെ വിളയാട്ടമായിരുന്നു. ഗോഡി മീഡിയകൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന 4 സ്റ്റെപ്പ് ഫോർമുലയെക്കുറിച്ച് ന്യൂസ് ലോണ്ടറി പോലുള്ള സ്വതന്ത്ര മാധ്യമങ്ങൾ എഴുതി തുറന്നു കാട്ടുന്നുണ്ട്. അവരാദ്യം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കും, വീഡിയോകൾ എഡിറ്റ് ചെയ്ത് കാണിക്കും, സർക്കാരിനെ ന്യായീകരിക്കും, വിദേശ ഗൂഢാലോചനയാണെന്ന് ആരോപിക്കും. വാർത്തകൾ വായിക്കുന്ന സെറ്റിൽ വിദ്യാർത്ഥികൾ വാഹനങ്ങൾ തകർക്കുന്ന രീതിയിൽ AI ഉപയോഗിച്ച് നിർമ്മിച്ച ദൃശ്യങ്ങൾ അപഹാസ്യമായ രീതിയിൽ നൽകാൻ അവർക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ തന്ത്രങ്ങളെല്ലാം ജെൻസിയുടെ ഡിജിറ്റൽ സാക്ഷരതയ്ക്ക് മുന്നിൽ പരാജയപ്പെട്ടതാണ്. യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, X എന്നിവയിലൂടെ സ്വതന്ത്ര പത്രപ്രവർത്തകരും വിദ്യാർത്ഥികളും യാഥാർത്ഥ്യങ്ങളെല്ലാം ലോകത്തെ അറിയിച്ചതാണ്. അഭിനയ് ശർമ്മ, ബബിത ത്യാഗി തുടങ്ങിയ ജനപ്രിയ യൂട്യൂബ് അധ്യാപകർ, നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി വിദ്യാർത്ഥികളെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന അധ്യാപകർ നേരിട്ട് വന്ന് വിദ്യാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചതാണ്. പരക്കെ പ്രചരിച്ച യൂട്യൂബ് ലൈവുകൾ, ഇൻസ്റ്റഗ്രാം റീൽസുകൾ, മീമുകൾ, സ്വതന്ത്ര മാധ്യമ പ്രവർത്തകർ, ഓൺലൈൻ അധ്യാപകർ, വാളെടുത്തവരല്ല, വാളിൽ എഴുതിയവരെല്ലാം വെളിച്ചപ്പാടാവുകയായിരുന്നു അവിടെ. സോഷ്യൽ മീഡിയയുടെ വേഗതയും വ്യാപ്തിയും മീമുകളും റീലുകളും ഉപയോഗിച്ചുള്ള ഹാസ്യാത്മകമായ ആകർഷകമായ ആശയവിനിമയം ഇതെല്ലാം തന്നെയാണ്
കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രക്ഷോഭത്തിൻ്റെ വിജയത്തിനു പിന്നിൽ. ഇതാദ്യം മനസ്സിലാക്കിയത് ഭരണകൂടം തന്നെയാണ്. മോഡിയുടെ റീലുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ദിനേന എന്നോണം വന്നു തുടങ്ങിയത് ശ്രദ്ധിച്ചിരുന്നില്ലേ? മന്ത്രിമാരോട് ഇൻസ്റ്റഗ്രാമിലേക്ക് ചേക്കേറാൻ നിർദ്ദേശം കൊടുത്തത് അറിഞ്ഞിരുന്നില്ലേ? യുവാക്കളുടെ ഭാഷയാണത്. അത് തിരിച്ചറിയാൻ വൈകിപ്പോയതാണ്. പക്ഷേ അപ്പോഴേക്കും അവർ മന്ത്രി ഒരുത്തനെ വലിച്ചു താഴെയിട്ടിരുന്നു. സർക്കാരിൻ്റെ നയങ്ങളെ ചോദ്യം ചെയ്യാൻ ജനങ്ങൾ തെരുവിലിറങ്ങിയ സാഹചര്യം അതൊരു ജനാധിപത്യ രാജ്യത്ത് അത്ര പന്തിയുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ പതിറ്റാണ്ട് പിന്നിട്ടിട്ടും അഹങ്കാരം ലവലേശം കുറയാത്ത അധികാരികളുടെ തലക്കനത്തെ ഒരു മീമിലൂടെ ഇല്ലാതാക്കാൻ പുതിയ തലമുറക്ക് കഴിഞ്ഞുവെന്നത് ഈ പ്രക്ഷോഭത്തിൻ്റെ പ്രതീക്ഷയാണ്. വിട്ടുവീഴ്ചയില്ലാത്ത ഒരു ഭരണകൂടത്തെ മുട്ടുകുത്തിക്കാൻ ഡിജിറ്റൽ യുഗത്തിലെ പ്രതിഷേധങ്ങൾക്ക് കഴിഞ്ഞിരുന്നുവെന്ന് ഈ പാറ്റ വിപ്ലവം ചരിത്രത്തിൽ രേഖപ്പെടുത്തും.